അസ്സലാമലൈക്കും ചങ്ങായിമാരെ, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഒരുപാട് കളക്ഷനായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. 2008 ഡിസയർ ഉണ്ട്, 2012 റിഡ്സ് ഉണ്ട്, 2015 മൈക്ര ഉണ്ട്, 2007 സാൻഡ്രോ സിംഗ് ഉണ്ട്, അതുപോലെ 2007 അൾട്ടോ ബ്ലാക്ക് കളർ വണ്ടി ഉണ്ട്, 2012 അൾട്ടോ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് വണ്ടികളുടെ കളക്ഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ട്. ബാക്കിലും വാഹനങ്ങളുണ്ട്. 2012 നാനുണ്ട്, അതുപോലെ 2012 വേറെ നാനും കൂടി ഉണ്ട്. രണ്ടും വേണമെങ്കിൽ നമുക്ക് കോമ്പോ ആയിട്ട് കൊടുക്കട്ടോ. അങ്ങനത്തെ രണ്ട് വണ്ടികളുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളെ ചാനൽ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. 40K 30K നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്. ഒക്കെ കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോളോവേഴ്സ് ആവും. തുടർന്ന് നമ്മൾ ഇടുന്ന ഓരോരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ചെയ്യും. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്തോളി. ഫസ്റ്റായിട്ട് നമുക്ക് 2008 കിഡിലെ ഡിസയർ ആയിക്കോട്ടെ കേട്ടോ. വേറെ അപാകതകളൊന്നും പറയാനില്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി. മെയിൻ ക്ലാസ്സിന് റീപ്ലേസ് ഉണ്ട്. ആഫ്റ്റർ വീൽ അലോയ് വീലൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. പ്രത്യേകിച്ച് അപാകതകളൊന്നും പറയാനില്ലാത്ത വണ്ടിയാണ്. 4 ടയറും കിഡിലൻ ടയറാണ്. പുതിയ ടയർ കയറ്റിയ നല്ല ബോഡി, നല്ല കാണാനൊക്കെ നല്ല ഷേപ്പ് ഇല്ലേ, റോഡ് പ്രസൻസ് ഒക്കെ നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന കിഡിലൻ വണ്ടിയാണ് കേട്ടോ. നമുക്ക് വണ്ടിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കിയാലോ. 2008 ഡിസയറിന്റെ ഇന്റീരിയലൊക്കെ നോക്കി നല്ല ഫിനിഷിങ് കേട്ടോ. ഒരു അപാകതം പറയാനില്ല. LD ഓപ്ഷൻ ആണ്. അത് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി കേട്ടോ. LD വീഡിയോക്ക് കൺവേർട്ട് ചെയ്തത് 2 ഡോർ വിൻഡോ കയറ്റിയ വണ്ടിയാണ്. ഇന്റീരിയലാണെങ്കിൽ എക്സ്റ്റീരിയലാണെങ്കിൽ നല്ല വൃത്തിയാണ്. 13 ഇഞ്ച് LCD കാര്യങ്ങളൊക്കെ സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. 1,00,000 ചില്ലാനം കിലോമീറ്റർ, 1,69,000 കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. മേജറായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ചെയ്താണ്. ബാക്ക് സീറ്റൊക്കെ നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആഫ്റ്റർ വീൽ അലോവീലൊക്കെ നല്ല കിഡിലും അലോവീലൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല റോഡ് പ്രസൻസ് കിട്ടണ പുതിയ 4 ടയറൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിക്കാരൻ 2008 ഡിസയറാണ് നമ്മുടെ കയ്യിൽ നിന്ന് സെയിലിന് വന്നിട്ടുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് അപാകതകളൊന്നും പറയാനില്ല. ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അപാകതകളൊന്നും പറയാനില്ലാത്ത ക്വാളിറ്റി വണ്ടി. അപ്പം നമ്മളെ ഈ വണ്ടിക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പ്രൈസ് അല്ലേ. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 1,65,000 റുപ്യാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതിൽ നമ്മൾ ടച്ചപ്പ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മൾ പോളിഷ് ചെയ്ത് കിഡിലിനാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത് നമ്മൾ കയ്യിലുള്ള 2012 റിഡ്സ് ആണ്. ടച്ചപ്പ് ഒക്കെ ചെയ്യാനുള്ള കണ്ടീഷനിൽ വെച്ചാണ്. നേഴ്സ് ബുട്ടി കിട്ടി ഇങ്ങനെ വെച്ചേക്കാണ്. ചെറിയ പമ്പറും കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യാനുണ്ട്. വേറെ അപാകതകളൊന്നുമില്ല. മെയിൻ ക്ലാസ്സിൽ നിന്നും ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അത് 3rd ഓൺഷിപ്പിലാണ്. ഒന്നും റീപ്ലേസ് ചെയ്താത്ത നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ചെറിയ ടച്ചപ്പും കാര്യങ്ങളും നിർത്തിയിട്ട് അതിൻ്റെ ചെറിയൊരു ഒരു ഫേഡിങ് ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കി ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കൊടുക്കും കേട്ടോ. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് 2012 റിഡ്സിന്റെ ഡീറ്റെയിൽസ് നോക്കിയാലോ. 2012 റിഡ്സിന്റെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയായിട്ടോ. സീറ്റ് ഓവർ ചെറിയൊരു മോശം പറയാനുണ്ട്. ബാക്കിയുള്ള കുഴപ്പമില്ലാത്ത നല്ല ഫിനിഷിങ്ങിലെ വണ്ടിയിൽ കേട്ടോ. യാത്രക്കൊക്കെ നല്ല കംഫർട്ടാണ് വണ്ടി. ഒരു അപാകതയും പറയാനില്ല കേട്ടോ. യാത്രയിൽ ഒരു ഒച്ചുംപുളിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സുഖമാണ് യാത്ര ചെയ്യാൻ കേട്ടോ. വളരെ സൈലന്റ് ആണ് വണ്ടി. 1,00,000 ചില്ലാനാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വേറെ അപാകതകളൊന്നും പറയാനില്ല. ചെറിയ ടച്ചപ്പ് അല്ലാതെ അതൊക്കെ നമ്മൾ ചെയ്ത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ. വേറെ അപാകതകളൊന്നും പറയാനില്ലാത്ത 4 ടയറും ഫുള്ളാണ്. പ്രത്യേകിച്ച് ഒരു കുറ്റമൊന്നും പറയാൻ കഴിയാത്ത 2012 റിഡ്സ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് സെയിലിന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ഇന്ന് ഇവിടെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയാൻ 2,05,000 റുപ്യാണ്. അത് ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കി സർവീസൊക്കെ ചെയ്ത് ക്വാളിറ്റി ആക്കി, അതായത് പെയിന്റ് ടച്ചപ്പ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ. പ്രത്യേകിച്ച് അപാകതകളൊന്നും പറയാനില്ല. റിഡ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നമ്മളെ കയ്യിലുള്ളത് 2015 പുലിക്കുട്ടി, അതായത് മൈലേജിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന നിസാന്റെ മൈക്ര ആണ് നമ്മളെ കയ്യിലുള്ളത്. ഒരു അപാകതയും പറയാനില്ല. ഇതിന് ചെറിയ മെയിൻ ക്ലാസ്സിന് റീപ്ലേസ് ചെയ്യാനുണ്ട്. അതായത് ചെറിയ ക്രാക്ക് മെയിൻ ക്ലാസ്സിന് ഉണ്ട് കേട്ടോ. വേറെ അപാകതകളൊന്നും പറയാനില്ലാത്ത നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി. വേറെ ടച്ചപ്പോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വണ്ടി കേട്ടോ. ടയർ 4 ഫുള്ളാണ്. പ്രത്യേകിച്ച് ഒരു അപാകതകളൊന്നും പറയാനില്ലാത്ത 2015 നിസാൻ മൈക്രയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നോക്കാം. നല്ല ഫിനിഷിംഗ് ആണ്. പ്രത്യേകിച്ച് അപാകതകളൊന്നും പറയാനില്ല. നല്ല വൃത്തിയാണ്. ഒന്ന് സർവീസ് കൂടി ചെയ്തിട്ടില്ല. വന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ നിലവിൽ വണ്ടി കിടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ്. പിന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങൾ, കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ വണ്ടി. മൈലേജിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന നിസാന്റെ മൈക്രാണ് നമ്മുടെ കയ്യിൽ നിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അപാകതകളൊന്നുമില്ല കേട്ടോ. ഒന്ന് പോളിഷ് ചെയ്യാത്ത ടച്ചപ്പ് ഒക്കെ ചെയ്യാനുള്ള ഒന്ന് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കി ഫുള്ള് വൃത്തിയാക്കിയിട്ട് ഈ 2015 നിസാൻ മൈക്ര നമ്മൾ കൊടുക്കുള്ളൂ കേട്ടോ.
അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് 2015 നിസാൻ മൈക്രക്ക് നമ്മൾ വില ചോദിക്കുന്നത് വെറും 2,60,50,000 രൂപ മാത്രമാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മളെ കയ്യിലുള്ളത് 2007 സാൻഡ്രോ സിംഗ് ആണ്. പ്രത്യേകിച്ച് അപകടങ്ങളൊന്നുമില്ല, ചെറിയ തുരുമ്പ് കാര്യങ്ങളുണ്ട്. അതായത് ഈ റണ്ണിംഗ് ബോർഡിന്റെ ഭാഗത്ത് മാത്രം ചെറിയ ചെറിയ തുരുമ്പുകൾ അംശങ്ങൾ ഇങ്ങനെ ഉണ്ട്. പ്രത്യേകിച്ച് വേറെ അപകടങ്ങളൊന്നും പറയാനില്ല കേട്ടോ. വണ്ടി ഓടിക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല സ്മൂത്താണ്. വണ്ടി 1,00,000 താഴെയാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ഇൻഷുറൻസും കാര്യങ്ങളും പേപ്പറൊക്കെ ഉണ്ട്. 2007 വണ്ടിയാണ്. 3rd ഓൺഷിപ്പിലാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിലുള്ളത്. അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി കേട്ടോ. പിന്നെ തട്ടുമുട്ട അപാകതകളൊന്നും ഇപ്പോൾ നിലവിൽ പറയാനില്ല. ടയറൊക്കെ അത്യാവശ്യം ഫ്രണ്ട് ഒരു 70-60% ടയറുണ്ട്. ബാക്കിൽ അതുപോലെ തന്നെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാൻഡ്രോ സിംഗ് ആണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യും. നമ്മൾ ചോദിക്കുന്നത് വെറും 60,000 രൂപ മാത്രമാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. നമ്മളെ കയ്യിലൊരു കിഡൻ 2007 LXi ആൾട്ടോ കേട്ടോ. ബ്ലാക്ക് കളറാണ്. ചെക്കന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കളറാണ് ബ്ലാക്ക്. നല്ല അലോവിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും വണ്ടി കേട്ടോ. പ്രത്യേകിച്ച് അപകടങ്ങളൊന്നുമില്ല, കുറ്റിപൊട്ട് അങ്ങനത്തെ അപ്പുറമോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ക്ലീൻ വണ്ടി കേട്ടോ. പിന്നെ KL 60 62 നമ്പറൊക്കെ വരുന്നത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഫ്രണ്ട് ടയർ പുതിയ ടയറാണ്. ബാക്കിൽ ഒരു ആവറേജ് ടയറുള്ളൂ കേട്ടോ. 1,00,000 ചില്ലാനും കിലോമീറ്ററാണ് വണ്ടി റണ്ണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് പിന്നെ വെറും 69,000 രൂപ മാത്രമാണ്. പമ്പറൊക്കെ ടച്ച് ചെയ്യാണ്ട് ആ ടച്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കും. ഇതിൽ പോളിഷോ അല്ലെങ്കിൽ ടച്ചിങ്ങോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഏതെങ്കിലും ഒന്ന് ചെയ്ത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പാർട്ടിക്ക് കൊടുക്കാം കേട്ടോ. വേറെ അപാകതകളൊന്നും പറയാനില്ല. AC ഒക്കെ നല്ല തണുപ്പില്ല, നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. അപ്പോൾ 69,000 ചോദിക്കുന്നത്. ആവശ്യക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അടുത്ത് 2012 അൾട്ടോ LXi ആണ്. അതിൻ്റെ ഒരു പിന്നെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, അതായത് പിന്നെ ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നന്നാക്കി ക്ലീൻ ആക്കി കൊടുക്കും. ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, വന്ന കണ്ടീഷനില്ല, സർവീസും ഒന്നും ചെയ്തില്ല. റോഡ് പണി നടക്കുന്ന ചില കാരണത്താൽ നമ്മളൊന്ന് സർവീസ് ചെയ്യാനോ ടച്ചപ്പ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. വേറെ അപാകതകളൊന്നുമില്ല, തട്ടുമുട്ടോ റീപ്ലേസോ ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ ചെറിയൊരു ക്രാക്ക് നിലവിൽ ഫ്രണ്ട് ഗ്ലാസ്സിന് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്ക് ടയർ പുതിയ ടയറാണ്. പിന്നെ ഫ്രണ്ട് ഒരു ആവറേജ് ടയറുള്ളൂ കേട്ടോ. മെയിൻ ഗ്ലാസ്സിന് ചെറിയ ക്രാക്ക് ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അത് വേണമെങ്കിൽ പാർട്ടി വരികയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയലാണെങ്കിലൊക്കെ നല്ല വൃത്തിയാണ്. ഒന്നും സർവീസും ചെയ്യാത്തതിൻ്റെ ചെറിയൊരു അപാകത എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയിൽ നിൽക്കുന്നത് നല്ലൊരു ഫാമിലിക്ക് കൊണ്ടെടുക്കാൻ പറ്റിയ ക്വാളിറ്റിയിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. ഒന്ന് സർവീസ് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ ഫുള്ള് ഇതാവും കേട്ടോ. ഒരു തുരുമ്പ കാര്യങ്ങളൊന്നുമില്ല, ഫ്ലോർ മാറ്റ് വിരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തുരുമ്പ കാര്യങ്ങളൊന്നും നിലവിൽ ഈ 2012 വണ്ടിക്ക് കാണാനില്ല കേട്ടോ. ഒന്ന് വൃത്തിയാക്കാണ്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഈ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് 1,05,000 രൂപയ്ക്ക് കൊടുക്കുക. ഇല്ല എങ്കിൽ ഫുള്ള് പണിയെടുത്ത് ക്വാളിറ്റി ആക്കി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 1,15 നെറ്റ് പ്രൈസോട് കൂടി നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ വെറും 1,05,000 രൂപയ്ക്ക് ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത നമ്മളെ കയ്യിൽ 2 നാനോ കുട്ടികൾ കേട്ടോ. നല്ല കളറും ഒരു ഓറഞ്ച് കളറും ഒരു പച്ച എന്ന് പറയാൻ പറ്റില്ല, പിസ്ത കളറില്ല, നല്ല കുഴപ്പമില്ലാത്തൊരു വണ്ടി കേട്ടോ. ഇതിന് ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ക്ലാസ്സിന് പൊട്ടോ കാര്യങ്ങളൊന്നുമില്ല. 2011-12 റേസറുള്ള വണ്ടി കേട്ടോ. ഒരു ആവറേജ് വണ്ടി എന്ന് പറയാം. ഒരു ചെറിയ ബിസിനസ്സുകാരനൊക്കെ കൊണ്ടെടുക്കാൻ പറ്റിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി കേട്ടോ. ടയർ ഒരു ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചെറിയ പ്രൈസിന് നമുക്ക് കൊടുക്കാം. വെറും 28,000 രൂപ കിട്ടിയാൽ 2012 ഈ നാനോ നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ. ഇതും നമുക്കൊരു 38,000 ചോദിക്കുന്നുണ്ട്. അതും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കുക. അത് 2012 നാനോ, ഫ്രണ്ട് പുതിയ ടയറാണ്. പ്രത്യേകിച്ച് അപാകതകളൊന്നും പറയാനില്ലാത്ത ക്വാളിറ്റി വണ്ടി തന്നെയാണ് കേട്ടോ. ഇതും ഇതിൻ്റെ മാതിരില്ല, അതിന് തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. 2012-13 റേസറില്ല നാനോ ആണ്. പ്രത്യേകിച്ച് അപാകതകളൊന്നുമില്ല. സീറ്റ് കവർ കുറച്ച് മോശമുണ്ട്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ലാത്ത കുഴപ്പമില്ലാത്തൊരു വണ്ടി കേട്ടോ. ഇന്റീരിയർ ആണെങ്കിൽ എക്സ്റ്റീരിയലാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയാൽ ഒന്ന് ക്ലീൻ ആണ്, അത്ര പ്രശ്നം തന്നെ ഉള്ളൂ. വേറെ അപാകതകളൊന്നും ഇല്ലാത്ത കുഴപ്പമില്ലാത്ത 2012-13 റേസറില്ല ടാറ്റ നാനോ കേട്ടോ. പുതിയ ടയറാണ് ഫ്രണ്ടിലുള്ളത്. വല്ല തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുഴപ്പമില്ലാത്തൊരു വണ്ടി. മെയിൻ ഗ്ലാസ്സിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഇതൊരു ആവറേജ് വണ്ടിയേ ഉള്ളൂ. പിന്നെ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ അടിയിൽ പ്ലാറ്റ്ഫോമിൽ ചെയ്യാനുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ ബിസിനസ്സുകാരനും കച്ചവടക്കാരനൊക്കെ കൊണ്ടെടുക്കാൻ പറ്റിയ XL എന്ന ഓപ്ഷൻ വരുന്നത്, അതായത് AC 2 ഡോർ വിൻഡോ ഒക്കെ വരുന്ന കുഴപ്പമില്ലാത്തൊരു വാഹനം കേട്ടോ. ഇത് പിന്നെ ചെറിയ കച്ചവടക്കാർക്കേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പഠിക്കണ ആവശ്യക്കാർ, അല്ലെങ്കിൽ ചെറിയ ഒരു പാച്ച് വർക്കൊക്കെ ചെയ്താൽ അത് വൃത്തിയിൽ തന്നെ കൊണ്ടെടുക്കട്ടോ. മെക്കാനിക് സൈഡൊന്നും വേറെ അപാകതകളൊന്നും പറയാനില്ല.
അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 28,000 റുപ്യാണ്. ആ 2012, 13 റേസറില്ല ടാറ്റ നാനോക്ക് നമ്മൾ ചോദിക്കുന്നത് 38,000 റുപ്യാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല, അതായത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ പന്നിപ്പാറ എന്ന സ്ഥലത്താണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ കിടക്കുന്നത്. പിന്നെ മലപ്പുറം അവിടെ നിന്ന് വരികയാണെങ്കിൽ മഞ്ചേരി, എടവണ്ണ, പന്നിപ്പാറ എന്ന സ്ഥലം. കോഴിക്കോട് ജില്ലയിൽ നിന്നാണെങ്കിൽ പിന്നെ അരീക്കോട്, പന്നിപ്പാറ എന്നാണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്.